സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ സിനിമാ പ്രേമികൾ ഇത്രയധികം ശ്രദ്ധിക്കാനും അതേക്കുറിച്ച് ചർച്ച ചെയ്യാനും തുടങ്ങിയത് അടുത്ത കാലത്താണ്. മുൻകാലങ്ങളിൽ ഒരു സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന ദിവസങ്ങളാണ് പരസ്യമായി ഉപയോഗിച്ചിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് ഇന്ന് കളക്ഷൻ കടന്നു വന്നു. ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധിച്ച ചർച്ചകൾ സമീപകാലത്ത് കടന്നു വന്ന ഒരു വാക്കാണ് ഫുട്ഫാൾസ്. സിനിമ കാണാൻ എത്ര പേർ കയറി അഥവാ എത്ര ടിക്കറ്റുകൾ വിറ്റു എന്നിങ്ങനെയാണ് ഈ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാലം മാറുന്നതിനനുസരിച്ച് കറൻസിയുടെ മൂല്യത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസവും ടിക്കറ്റ് നിരക്കിലെ മാറ്റമൊക്കെ ഒഴിവാക്കി സിനിമയുടെ ജനപ്രീതി അളവാക്കാനും എന്നതും ഈ ടിക്കറ്റ് വിൽപ്പന കണക്കിൻ്റെ സൗകര്യമാണ്. സമീപകാലത്ത് തുടരും വിജയത്തിൻ്റെ പിന്നാലെ രണ്ട് ചിത്രങ്ങളെ വിറ്റ് ടിക്കറ്റ് സംബന്ധിച്ച ചർച്ച സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു. എക്കാലത്തും രണ്ട് ഹിറ്റ് ചിത്രങ്ങളായ നരസിംഹവും രാജമാണിക്യം എന്നീ സിനിമയുടെ ടിക്കറ്റ് വിൽപ്പനയെ ചൊല്ലിയായിരുന്നു അത്. ഇപ്പോഴത്തെ കേരളത്തിലെ ഏറ്റവും വലിയ സീറ്റിംഗ് കപ്പാസിറ്റി തിയേറ്ററുകളിൽ ഒന്നായ എറണാകുളം കവിതയിൽ 2000-ന് ശേഷം ഏറ്റവും അധികം ടിക്കറ്റ് വിറ്റ ചിത്രം ഏതെന്ന കണക്കാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് എ.ബി. ജോർജ് എന്നയാളുടെ എക്സ് പോസ്റ്റാണ് കവിത തിയേറ്റർ എക്സ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇത് പ്രകാരം 2000 മുതൽ ഇങ്ങോട്ട് കവിതയിൽ ഏറ്റവും അധികം ടിക്കറ്റ് വിറ്റ ചിത്രം നരസിംഹമാണ്. ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായ നരസിംഹം 2000-ലാണ് പുറത്തിറങ്ങിയത്. 3.65 ലക്ഷം ടിക്കറ്റുകളാണ് നരസിംഹത്തിന്റെ എറണാകുളം കവിതയിൽ വിറ്റുപോയത്. രണ്ടാം സ്ഥാനത്ത് അൻവർ റഷീദ് ചിത്രം മമ്മൂട്ടി രാജമാണിക്യം 3.4 ലക്ഷം ടിക്കറ്റാണ് വിറ്റുപോയത്. പ്രശസ്ത തിയേറ്ററുകളിൽ മാത്രമായി വിറ്റുപോയത്. മൂന്നാം സ്ഥാനത്ത് ലാൽ ജോസിന്റെ ക്യാമ്പസ് ചിത്രം ക്ലാസ്മേറ്റ്സ് ആണ്. 3.3 ലക്ഷം ടിക്കറ്റുകളാണ് ക്ലാസ്മേറ്റ്സിന്റെ വിറ്റുപോയത്. മൾട്ടിപ്ലക്സിൽ വന്നതിന് ശേഷം കവിതയിൽ ഏറ്റവും അധികം ടിക്കറ്റ് വിറ്റുപോയ മോഹൻലാൽ ചിത്രം പുലിമുരുകനാണ്. 1.33 ലക്ഷം ടിക്കറ്റാണ് പുലിമുരുകന്റെ വിറ്റുപോയത്.